Next question. Suppose that a liquid is to be cleared of sediment by allowing it to drain through a conical filter that is 16 centimeter high and that has a radius of 4 centimeter at the top. അതായത് ഒരു വെള്ളത്തിൽ സെഡിമെന്റ് ഉണ്ട്, അതായത് ഈ അഴുക്ക് ചെളി അങ്ങനത്തെ ഒരു കാര്യം ഉണ്ട്, ഒരു ചെറിയ അഴുക്കൊക്കെ ഉണ്ട്. അപ്പൊ അതെന്താണ് ക്ലിയർ ചെയ്യണം, അത് നമുക്ക് ക്ലിയർ ചെയ്യണം. അപ്പൊ അതിനെ എന്ത് ചെയ്യുന്നു പറഞ്ഞാല് നമ്മളൊരു കോണിക്കൽ ഫില്ലർ എടുത്തിട്ടുണ്ട്. കോണിക്കൽ ഫില്ലർ അതാണ് ഈ ഒരു ഫിഗർ കൊണ്ട് നിങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു കോണിക്കൽ ഫില്ലർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ആ കോണിക്കൽ ഫില്ലറിന്റെ ഹൈറ്റ് 16 സെന്റിമീറ്റർ ആണ്. അത് ഒറിജിനൽ ഹൈറ്റ് 16 സെന്റിമീറ്റർ. അതിന്റെ റേഡിയസ് ആ കോണിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ. ഇങ്ങനെ ഒരു ഫിൽറ്റർ ആണ് എടുത്തിട്ടുള്ളത്. ഡൺ. Suppose also that the liquid is forced out of the cone at a constant rate of 2 centimeter cube per minute. നമ്മള് ഈ ഒരു ഫിൽറ്ററിൽ നിന്ന് നമ്മുടെ വെള്ളത്തിനെ ഫോഴ്സ് ചെയ്ത് വെളിയിലേക്ക് ആക്കുകയാണ്. അതായത് നമ്മൾ പുറത്തുനിന്നൊരു ഫോഴ്സ് കൊടുത്താണ് വെള്ളത്തിനെ ഇത് പുറത്തേക്ക് കളയുന്നത്. ആ വെള്ളത്തിനെ പുറത്തേക്ക് കളയുന്നതിന്റെ റേറ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്, 2 സെന്റിമീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. വെള്ളത്തിനെ പുറത്തേക്ക് കളയുന്നതിന്റെ റേറ്റ് ആണ് തന്നിട്ടുള്ളത് 2 സെന്റിമീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. ഓക്കെ, അതായത് വെള്ളം എന്ന് പറയുമ്പോൾ വോള്യം ആണല്ലോ, ആ വോള്യത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് തന്നിട്ടുള്ളത് കേട്ടോ. ആ വോള്യത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. വോള്യം ഓരോ സമയവും 2 സെന്റിമീറ്റർ ക്യൂബ് വെച്ച് കുറയും. ഓരോ മിനിറ്റിലും 2 സെന്റിമീറ്റർ ക്യൂബ് വെച്ച് കുറയും. വെള്ളത്തിന്റെ വോളിയം കുറയും, കാരണം പുറത്തേക്ക് പോവുകയാണല്ലോ, അപ്പൊ വോളിയം കുറയും. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. എ, ഡു യു തിങ്ക് ദാറ്റ് ദ ഡെപ്ത് ഓഫ് ദ ലിക്വിഡ് വിൽ ഡിക്രീസ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ്? ഡെപ്ത്, അതായത് ഈ വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ ഇതിന്റെ പൊക്കം, വെള്ളത്തിന്റെ പൊക്കം കേട്ടോ, വെള്ളത്തിന്റെ ഹൈറ്റ് ആണ് ഈ ഡെപ്ത് എന്ന് പറയുന്നത്. ഈ ഡെപ്ത് കുറയുന്നോ, അത് കോൺസ്റ്റന്റ് റേറ്റിലാണോ കുറയുന്നതെന്നാണ് ചോദ്യം. സംഭവം ഇങ്ങനെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കില്ല കേട്ടോ. അത് നിങ്ങൾ വെർബൽ ആയിട്ട് ഒരു ആർഗ്യുമെന്റിൽ അത് കൺക്ലൂഡ് ചെയ്യുക എന്നൊന്നും ഒരു മാത്തമാറ്റിക്കൽ പേപ്പറിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണില്ല. ഇത് ജസ്റ്റ് ടെക്സ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം. സംഭവം നമുക്കത് അല്ലാതെ തെളിയിക്കേണ്ടി വരും, അതായത് മാത്തമാറ്റിക്കലി തെളിയിക്കേണ്ടി വരും. അത് നമ്മൾ താഴെ ചെയ്യുന്നുണ്ട്. ഒരു വെർബൽ ആർഗ്യുമെന്റിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. നെക്സ്റ്റ്, find the formula that expresses the rate at which the depth of the liquid is changing in terms of the depth. ഡെപ്ത്, അതായത് ഡെപ്തിന്റെ ചേഞ്ച്, അതായത് വോള്യത്തിന്റെ ചേഞ്ച് തന്നിട്ടുണ്ട്. ഡെപ്തിന്റെ ചേഞ്ചിന്റെ റേറ്റ് എങ്ങനെയാണ് എന്താണ് അവര് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ചെയ്യാം. ഇനി അടുത്ത് സി, അതായത് ലിക്വിഡ് 8 സെന്റിമീറ്റർ ഡീപ്പ് ആവുമ്പോൾ, ലിക്വിഡിന്റെ ഹൈറ്റ് 8 സെന്റിമീറ്റർ ആവുമ്പോ ഈ ഹൈറ്റിന്റെ, അതായത് ഡെപ്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്താണ് എന്നാണ് ചോദ്യം. അതായത് ഡെപ്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കണം. അതേസമയം 8 സെന്റിമീറ്റർ ഡെപ്ത് 8 സെന്റിമീറ്റർ ആകുമ്പോൾ ഉള്ള എന്ത് കണ്ടുപിടിക്കണം? ഡെപ്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കണം. ശരി, നമുക്ക് നേരെ ആൻസറിലേക്ക് പോവാം. അപ്പോ ആദ്യം തന്നെ നമുക്ക് വേരിയബിൾസ് എല്ലാം ഡിറ്റർമിൻ ചെയ്യാം. ലെറ്റ് വി ബി ദ വോള്യൂം ഓഫ് വാട്ടർ ആണ് കേട്ടോ. വോള്യൂം ഓഫ് വാട്ടർ ഇൻ സെന്റിമീറ്റർ ക്യൂബ് ആണ്. ടി ബി ദ ടൈം ഇൻ മിനിറ്റ്സ് ആണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ തന്നെ കണ്ടിട്ടുണ്ടാവും, ടൈം തന്നിട്ടുള്ള മിനിറ്റിലാണ്. വൈ ബി ദ ഡെപ്ത് ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ ഡെപ്ത് ആണ്. അത് ഇൻ സെന്റിമീറ്ററിലാണ്. ഇനി അടുത്ത ആർ ബി ദ റേഡിയസ് ഓഫ് വാട്ടർ ഇൻ സെന്റിമീറ്റർ. നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫിൽറ്റർ
ഒരു കോണിന്റെ ഷേപ്പിലാണ്. അതിൻ്റെ അകത്ത് നമ്മൾ നിറച്ചിരിക്കുന്ന വെള്ളത്തിന്റെ ഷേപ്പും അതുകൊണ്ട് തന്നെ കോണിന്റെ ഷേപ്പായി മാറും. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഈ ഒരു കോണിന്റെ റേഡിയസ് 6 എന്ന് തന്നിട്ടുണ്ട്. കോണിന്റെ റേഡിയസ് 6 സോറി, കോണിന്റെ റേഡിയസ് ക്വസ്റ്റ്യനിൽ അവര് കൃത്യമായി 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. 4 സെന്റിമീറ്റർ ആണ് കോണിന്റെ റേഡിയസും. അതേസമയം 16 സെന്റിമീറ്റർ ആണ് ആ കോണിന്റെ ഹൈറ്റ്. 16 സെന്റിമീറ്റർ ആണ് കോണിന്റെ ഹൈറ്റ്. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഇതിൻ്റെ അകത്തുള്ള വെള്ളം ഡ്രെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തുള്ള വെള്ളം കളഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കളഞ്ഞു പോകുന്നതിനനുസരിച്ച് ഇതിൻ്റെ അകത്തുള്ള വെള്ളത്തിന്റെ റേഡിയസ് മാറും. വെള്ളത്തിന്റെ റേഡിയസ് മാറും. അതുപോലെ തന്നെ വെള്ളം കളഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ വെള്ളത്തിന്റെ ഹൈറ്റായ വൈയും മാറും. വെള്ളത്തിന്റെ ഹൈറ്റായ വൈയും മാറും. അപ്പൊ ചേഞ്ച് സംഭവിക്കുന്നത് ആറിനും വൈക്കുമാണ്. കൂടെ വെള്ളത്തിന്റെ വോള്യത്തിനും ചേഞ്ച് സംഭവിക്കും. കൂടെ വെള്ളത്തിന്റെ വോള്യത്തിന് ചേഞ്ച് സംഭവിക്കും. വെള്ളത്തിന്റെ വോള്യത്തിന് സംഭവിക്കുന്ന ചേഞ്ച്, അതായത് ഡി വി ബൈ ഡി ടി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഡി വി ബൈ ഡി ടി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അത് 2 സെന്റിമീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഇവിടെ വെള്ളത്തിന്റെ വോള്യം കുറഞ്ഞിരിക്കുകയാണ്, ഡിക്രീസിങ് ആണ്. അതുകൊണ്ട് നെഗറ്റീവ് ഉണ്ട്. വെള്ളത്തിന്റെ വോള്യം കുറഞ്ഞിരിക്കുകയാണ്, ഡിക്രീസിങ് ആണ്. അതുകൊണ്ട് നെഗറ്റീവ് ഉണ്ട്. ഡിക്രീസിങ് റേറ്റ് ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കണം. ഡിക്രീസിങ് റേറ്റ് ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കണം. ഇവിടെ വെള്ളം കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഡിക്രീസിങ് റേറ്റ് ആണ്. അതുകൊണ്ട് -2 സെന്റിമീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. ഓക്കെ, കീപ്പിംഗ് ദാറ്റ് ഇൻ മൈൻഡ്, വോള്യം ഇസ് ഈക്വൽ ടു വോള്യം ഓഫ് ദ വാട്ടർ കേട്ടോ. വോള്യം ഓഫ് ദ വാട്ടർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വോള്യം ഓഫ് ദ വാട്ടർ ഇസ് ഈക്വൽ ടു π/3 r² into y. π/3 വെള്ളത്തിന്റെ വോള്യമാണ് ഉദ്ദേശിക്കുന്നത്. π/3 r² into y. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dy/dt ആണ്. ഓബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. dy/dt കണ്ടുപിടിക്കാൻ ഞാൻ ഇതിൻ്റെ അകത്ത് ഡെറിവേറ്റീവ് എടുത്താൽ, നിങ്ങൾക്ക് ഇവിടെ v വേരിയബിൾ എന്നറിയാം. ഡെറിവേറ്റീവ് അതിനെ ബാധിക്കും. π/3 കോൺസ്റ്റന്റ് ആണ്. r വേരിയബിൾ ആണ്, ഡെറിവേറ്റീവ് അയാളെ ബാധിക്കും. y വേരിയബിൾ ആണ്, ഡെറിവേറ്റീവ് അയാളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് dr/dt എന്ന് പറയുന്ന ഒരാൾ വരും. ഞാനിത് ചെയ്യുന്നത് കുറച്ചുകൂടെ മുന്നേക്ക് കാണുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ സൈഡ് ചെയ്ത് കാണിച്ചു തരാം. ഒരിക്കലും പരീക്ഷയ്ക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ചെയ്യുന്ന കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. dv/dt എന്ന് പറയുന്നത് π/3 കോമൺ ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് 2 ഇൻറ്റു r ഇൻറ്റു dr/dt ഇൻറ്റു y. dr/dt ഇൻറ്റു y. അതെ, അപ്പൊ ഇതാണ് dv/dt. വോള്യത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഇതാണ്. വോള്യത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഇതാണ്. വോള്യത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഡൺ. അപ്പോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് dy/dt കണ്ടുപിടിക്കേണ്ടതാണ് കേട്ടോ. dy/dt കണ്ടുപിടിക്കേണ്ടതാണ്. ഓബിയസ്ലി കണ്ടുപിടിക്കാം. dv/dt തന്നിട്ടുണ്ട്. ഓക്കെ, ശരി. പിന്നെ നിങ്ങൾ ഇവിടെ നോക്കിക്കോ, dr/dt നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. dr/dt നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ dr/dt വാല്യൂ നമ്മൾ കൊടുക്കേണ്ടി വരും. dr/dt വാല്യൂ നമ്മൾ കൊടുക്കേണ്ടി വരും. അത് മാത്രമല്ല റേഡിയസ്, ആ സമയത്തുള്ള റേഡിയസിന്റെ വാല്യൂ നമ്മൾ കൊടുക്കേണ്ടി വരും. നമുക്കതൊന്നും അറിഞ്ഞുകൂടാ. നമുക്ക് ആ സമയത്തുള്ള r വാല്യൂയോ അല്ലെങ്കിൽ dr/dt വാല്യൂയോ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. നമുക്ക് അവസാനത്തെ സി പാർട്ടില് y വാല്യൂ തന്നിട്ടുണ്ട്. എന്താണ്? 8 സെന്റിമീറ്റർ. 8 സെന്റിമീറ്റർ ആകുമ്പോൾ കണ്ടുപിടിക്കാൻ. അപ്പോഴും r വാല്യൂ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത വാല്യൂവിൽ എത്തും. അറിഞ്ഞുകൂടാത്ത വാല്യൂവിൽ കൊണ്ടെത്തും. ഡിഫറൻസിയേഷൻ നടക്കാതെ വരും.
ഡിഫറൻസിയേഷൻ നടക്കാതെയല്ല, ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് ഉപയോഗമില്ലാതായിട്ട് വരും. കാരണം dr/dtയോ ആറിന്റെ വാല്യൂ നമുക്കില്ല. നമ്മുടെ കയ്യിൽ വൈന്റെ വാല്യൂ ഉണ്ട്, അത് അവസാനത്തെ പാർട്ടി തന്നിട്ടുണ്ട്. മാത്രമല്ല dy/dt കണ്ടുപിടിക്കേണ്ടതാണ്, കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ബാധ്യതയുള്ള കാര്യമാണ്. dv/dt എന്തായാലും ആ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. പക്ഷെ dr/dtയിൽ ഉടക്കി നമ്മൾ നിന്ന് പോകും. സോ വി ഹാവ് ടു യൂസ് വി ഹാവ് ടു എന്താണ് വി ഹാവ് ടു ഡെഡ്യൂസ് സംതിങ് എൽസ്. വി ഹാവ് ടു ഡെഡ്യൂസ് സംതിങ് എൽസ്. അതായത് നിങ്ങൾ ഈ ഒരു ഫിഗറിൽ നോക്കണേ, ഈ ഒരു ഫിഗറിൽ നോക്കണം. ഈ ഒരു ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടും. അതായത് 4 സെന്റിമീറ്റർ റേഡിയസ്, ഹൈറ്റ് 16 സെന്റിമീറ്റർ. അതേസമയം അതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. വെള്ളത്തിന്റെ റേഡിയസ് 6ഉം വെള്ളത്തിന്റെ ഹൈറ്റ് y. വെള്ളത്തിന്റെ ഹൈറ്റ് y. ഈ 16 സെന്റിമീറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. 16 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള നീളമാണ്. 16 സെന്റിമീറ്റർ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള നീളമാണ്. അതേസമയം y എന്ന് പറയുന്നത് ഈ ചെറിയ നീളമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ദിസ് ഇസ് എ സിമിലർ ട്രയാങ്കിൾ. മുകളിലത്തെ ട്രയാങ്കിളിന്റെ അകത്ത് മറ്റൊരു ട്രയാങ്കിൾ വിത്ത് എന്താണ് കോമൺ ആംഗിൾ, കോമൺ കോർണർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. Therefore, this is a similar triangle. This is a similar triangle. സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ ചില സൈഡുകൾ മീൻസ് സൈഡിന്റെ റേഷ്യോ സെയിം ആയിരിക്കും. അതായത് ഈ സൈഡ്, അതായത് 4/r is going to be equal to ഈ സൈഡ് 16/y. 4/r is equal to 16/y. ഈ കാര്യത്തിൽ സംശയമുണ്ടോ? ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ ഇങ്ങനെ റേഷ്യോ സെയിം ആയിരിക്കും. സൈഡിന്റെ ലെങ്ത്തിന്റെ റേഷ്യോ സെയിം ആയിരിക്കും എന്ന് ഞാൻ പറയുന്നു. അത് നിങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ? ഓക്കെ, ഡൺ. അപ്പൊ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോ ഞാനിവിടെ ചെയ്തത് നോക്കിക്കോ. ഞാൻ പറഞ്ഞ അപകടം നിങ്ങൾ ശ്രദ്ധിക്കുക. ആറും dr/dt ഒക്കെ നിങ്ങളുടെ ഫോർമുലയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാൻ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ വാല്യൂ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ആറിന്റെ ഉപദ്രവത്തെ നശിപ്പിക്കേണ്ടിയിരിക്കുന്നു, ആറിനെ മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പൊ ആറിനെ മാറ്റാനായിട്ട് ഞാൻ ചെയ്യുന്നത്, ഈ ഫിഗറിൽ നിന്ന് ഞാൻ 2 സിമിലർ ട്രയാങ്കിളുകളെ ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്നു. അതിനെയാണ് ഞാൻ ഇവിടെ വരച്ചു വെച്ചത്. സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ സൈഡിന്റെ റേഷ്യോ സെയിം ആയിരിക്കും. അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടി. ഇവിടെന്ന് r is equal to 16/4 into y എന്ന് കിട്ടും. 16/4 സോറി 4/16 y എന്ന് കിട്ടും. അതായത് ആറിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, വൈനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 4y ആവും, ഡിവൈഡഡ് ബൈ 16 ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ദിസ് ഇസ് y/4 എന്ന് കിട്ടും. y/4. r is equal to y/4. ശരി, അപ്പൊ ഞാനിത് വോള്യത്തിന്റെ ഇക്വേഷനിലെ ആറിന് പകരം ഇത് കൊടുക്കുന്നേ. r എന്ന് പറഞ്ഞാൽ π/3 r² ഇൻറ്റു ആറിന് പകരം y/4 കൊടുക്കുന്നു. y/4 സ്ക്വയർ ഇൻറ്റു y. Therefore, pi/3 into 16 square, 3 into 4 square, 3 into 4 square, 3 into 16, 48 ആണ്. 48 into y square into y cube. V is equal to pi/48 into y cube എന്ന് കിട്ടും. y cube. Therefore, ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇതിന്റെ അകത്ത് ആറില്ല, y മാത്രമേ. ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡെറിവേറ്റീവ് എടുക്കാം. അതിൻ്റെ അകത്ത് y വരാം, dy/dt വരാം, ആറോ dr/dtയോ വരത്തില്ല. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂടെ ചെയ്യേണ്ടി വരും. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വേരിയബിൾസിനെ എല്ലാം തീരുമാനിച്ചതിന് ശേഷം ആ വേരിയബിൾസിനെ എല്ലാം റിലേറ്റ് ചെയ്ത് ഫോർമുല ഉണ്ടാക്കുക. ഇന്നലെ നമ്മൾ ചെയ്തിരുന്നു, ഫോർമുല ഉണ്ടാക്കുക. ആ ഫോർമുലയെ ഡെറിവേറ്റീവ് എടുത്ത് തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഉത്തരമാവും. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്.
ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു സ്റ്റെപ്പും കൂടെ ഇപ്പൊ കയറ്റുകയാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പും കൂടെ കയറ്റേണ്ടി വരും. അതായത് നിങ്ങൾ ഫോർമുല ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് 1 2 വേരിയബിൾ കാണാം, അതിൽ കൂടുതലും കാണാം. നിങ്ങൾ അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ അനലൈസ് ചെയ്യുക. നിങ്ങൾ നേരെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റ് വേരിയബിളിന്റെ ഡെറിവേറ്റീവും കൂടെ കയറി വരും. ഇതുവരെയുള്ള ക്വസ്റ്റ്യനിലെല്ലാം അവർ ആ ഡെറിവേറ്റീവ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു, സൗകര്യമായിരുന്നു. പക്ഷെ എപ്പോഴും അത് ചെയ്യണമെന്നില്ല. അപ്പോ വീണ്ടും ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് പോസിബിൾ സബ്സ്റ്റിറ്റ്യൂഷനെ കൊടുത്ത് നമുക്ക് വേണ്ടാത്ത വേരിയബിൾസിനെ ഒഴിവാക്കാൻ നോക്കുക. വെട്ടിക്കളയുകയല്ല, വേണ്ടാത്ത വേരിയബിളിനെ തന്ത്രപരമായി ഒഴിവാക്കാൻ നോക്കുക. അതെല്ലാം മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ കുറെ കൂടെ പ്രോബ്ലം ചെയ്യണം, എങ്കിലേ ആ ഒരു കാര്യം മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്സസൈസ് ക്വസ്റ്റ്യൻസ് സ്വയം ചെയ്ത് നോക്കേണ്ടതുണ്ട്. ഡൺ. ഇനി നമുക്ക് പഴയ പ്രോസസ്സിലേക്ക് പോവാം. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി. therefore dv by dt ആവും. പിന്നെ π/48 ഇൻറ്റു y ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3y² ഇൻറ്റു ബാക്കി dy by dt. therefore this will be equal to πy² by 16 πy² by πy² by 16 ഇൻറ്റു dy by dt. നിങ്ങൾ മനസ്സിലാക്കുക, എന്റെ ക്വസ്റ്റ്യൻ അനുസരിച്ച് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് dy by dt ആണ്. അതുകൊണ്ട് dy by dt സെപ്പറേറ്റ് ചെയ്യണം. dy by dt ഈക്വൽ ടു 16 by πy² ഇൻറ്റു dv by dt. dv by dt യുടെ വാല്യൂ -2 ആണെന്ന് ഞാൻ തന്നിട്ടുണ്ട്. therefore 16 ഇൻറ്റു -2 -32 by πy². -32 by πy². നിങ്ങൾ നോക്കുക, പൈ പോസിറ്റീവ് ആണ്, y² ആരുടെങ്കിലും സ്ക്വയർ പോസിറ്റീവ് ആണ്, പിന്നെ -32 ഇയാൾ നെഗറ്റീവ് ആണ്, അതായത് <0. നിങ്ങൾ ആലോചിക്കുക, dy by dt നെഗറ്റീവ് ആണ്, അതായത് ഹൈറ്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് നെഗറ്റീവ് ആണ്, അതായത് ഹൈറ്റ് ഡിക്രീസിങ് ആണ്. ഓബ്വിയസ്ലി അത് ശരിയാണല്ലോ. കാരണം നിങ്ങൾ തന്നെ നോക്കൂ, വെള്ളം കളയുമ്പോൾ ഹൈറ്റ് കുറഞ്ഞല്ലേ വരേണ്ടത്. അപ്പൊ ദാറ്റ് ഇസ് എ ഡിക്രീസിങ് റേറ്റ്. അതുകൊണ്ട് dy by dt ഡിക്രീസിങ് ആണ്, നെഗറ്റീവ് വന്നു. അതാണ് നിങ്ങളുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ വെർബലി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയുന്നത്. വെർബലി തീരുമാനം ഉണ്ടാക്കാൻ പറയുന്നത് അതാണ്. ഓക്കെ, കാരണം സിമ്പിൾ. വെള്ളം കളയുമ്പോൾ ഹൈറ്റ് കുറഞ്ഞാണല്ലോ വരുന്നത്. അപ്പൊ ഹൈറ്റ് കുറയുകയാണ്. സമയം പോകുമ്പോൾ ഹൈറ്റ് കുറയുകയാണെങ്കിൽ ഹൈറ്റ് ഇസ് ഡിക്രീസിങ്. ഹൈറ്റ് ഹാസ് എ ഡിക്രീസിങ് റേറ്റ്. നെഗറ്റീവ് ആണ് റേറ്റ് ഓഫ് ചേഞ്ച്. അതാണ് നമ്മൾ ഇതിവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ dy by dt നെഗറ്റീവ് വന്നു. therefore the depth of water is decreasing. വാട്ടറിന്റെ ഡെപ്ത് ഡിക്രീസ് ചെയ്യുകയാണ്. the depth of water is decreasing. now അവസാനത്തെ ക്വസ്റ്റ്യൻ, y ഈക്വൽ ടു 8 ആകുമ്പോൾ എന്താണ് റേറ്റ് എന്ന്. ശരി, അപ്പൊ dy by dt is equal to -32 by pi into y², that is 64. y² that is 64. 8² 64. അതായത് -1/2π. ഇത് നെഗറ്റീവ് ആണ്. therefore at y is equal to 8, the depth is decreasing at a rate of -1/25 centimeter per minute. Hence കഴിഞ്ഞു. ഡൺ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് ചെയ്യാനുള്ള കാര്യം, നമ്മൾ ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് ഉറപ്പായിട്ടും ചെയ്യണം.
ഒരു ക്വസ്റ്റ്യൻ പോലും വിടരുത്. ഇതിന്റെ ബാക്കില് ആവശ്യത്തിന് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അതാണ് ചെയ്യേണ്ട പ്രോസസ്സ്. ഇതില് ഞാനിപ്പോ പറയുന്നതനുസരിച്ച്, ഞാനിപ്പോ നോക്കുന്നതനുസരിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ എക്സസൈസ് 2.8 ക്വസ്റ്റ്യൻ നമ്പർ 10 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 10 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 47 വരെ ചെയ്ത് നോക്കണം. ഇതിന്റെ ഇടയിലുള്ള എല്ലാം കിട്ടണമെന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 10 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 47 വരെ ചെയ്ത് നോക്കണം. എന്റെ PDF വേണമെങ്കിൽ ചോദിച്ചാൽ മതി, അയച്ചു തരാം. ചിലപ്പോൾ വെർഷൻസ് മാറിയായിരിക്കും ഇരിക്കുന്നത്. മീൻസ് എന്താ പറയേണ്ടത്, നിങ്ങളുടെ എഡിഷൻ ഉണ്ടല്ലോ, മാറിയായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് റിലേറ്റഡ് റേറ്റ് ആണോ സെക്ഷൻ എന്ന് പ്രത്യേകം നോക്കിയിട്ട് വേണം ചെയ്യാൻ. സെക്ഷൻ 2.8 ക്വസ്റ്റ്യൻ നമ്പർ 10 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 47 വരെ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് എല്ലാം കിട്ടണമെന്നില്ല. കിട്ടാത്തത് എന്നോട് ചോദിക്കാം. പക്ഷേ ചെയ്തേ പറ്റത്തുള്ളൂ. എങ്കിലേ നിങ്ങൾക്ക് ഇതിന്റെ ഒരു നാക്ക് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അത് ഈ കാര്യങ്ങളെല്ലാം റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കണമെന്നില്ല. പക്ഷേ സോൾവ്ഡ് ക്വസ്റ്റ്യൻ ഒക്കെ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അതാണ് കാലാകാലങ്ങളായി ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും സോൾവ്ഡ് ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാതെ പോകരുത്. ഡൺ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, നിങ്ങളുടെ എക്സസൈസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. മീൻസ് 12th ക്വസ്റ്റ്യൻ. എക്സസൈസിലെ 12th ക്വസ്റ്റ്യൻ നോക്കുക. A stone is dropped into a still pond sends out a circular ripple. അതായത് പ്രത്യേകിച്ച് ഒരു അനക്കമൊന്നും ഇല്ലാതെ വെറുതെ കിടക്കുന്ന ഒരു കുളത്തിലേക്ക് നമ്മളൊരു കല്ല് എടുത്തെറിയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് റിപ്പിൾസ് ഉണ്ടാവും, ഓളങ്ങൾ ഉണ്ടാവും. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഓളങ്ങൾ നടുക്ക് തുടങ്ങി സർക്കുലർ ഫോമിൽ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇത് അവസാനിക്കുന്നില്ല. ഒരു സർക്കിൾ പുറത്തേക്ക് പോകുമ്പോൾ വേറൊരു സർക്കിൾ അകത്ത് നിന്ന് തന്നെ വീണ്ടും ഉണ്ടാകുന്നു. ദ പ്രോസസ് റിപ്പീറ്റ്സ്. അപ്പൊ നമുക്ക് കുറെ കോൺസെൻട്രിക് സർക്കിൾസ്, അതായത് ഒരേ സെന്റർ ആയിട്ടുള്ള കുറെ സർക്കിൾസ് ഇങ്ങനെ ഫോമായി വികസിച്ചുകൊണ്ടിരിക്കും. സർക്കിളോ വികസിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ റേഡിയസ് വലുതായിക്കൊണ്ടിരിക്കുമായിരിക്കും. അതാണ് അവർ പറയുന്നത്. സെൻസ് ഔട്ട് എ സർക്കുലർ റിപ്പിൾ ഹൂസ് റേഡിയസ് ഇൻക്രീസസ് as a constant rate of 3 feet per second. റേഡിയസ്, അതായത് സർക്കിളിന്റെ റേഡിയസ് കൂടിക്കൂടി ഇരിക്കുകയാണ്. അത് കൂടിക്കൂടിയിരിക്കുന്നതിന്റെ റേറ്റ് 3 feet per second ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ റേറ്റ് കണ്ടുപിടിക്കാൻ, നമ്മൾ കണ്ടുപിടിക്കണം. ടൈം 10 സെക്കൻഡ് ആകുമ്പോൾ ഏരിയയുടെ ഇൻക്രീസിങ്ങിന്റെ റേറ്റ് എത്ര? ടൈം 10 സെക്കൻഡ് ആകുമ്പോൾ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ റേറ്റ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഓക്കെ, ശരി. അപ്പോ നമ്മൾ നേരെ സൊല്യൂഷനിലേക്ക് പോവുകയാണ്. അപ്പോ നമുക്ക് സർക്കിൾ ആണുള്ളത്, അതുകൊണ്ട് തന്നെ ഏരിയയൊക്കെ കണ്ടുപിടിക്കാനുള്ളത് ലെറ്റ് ടി ബി ടൈം. നമ്മളിവിടെ സെക്കൻഡിലാണ് കണക്ക് കൂട്ടുന്നത്. അപ്പൊ ഇൻ സെക്കൻഡ്സ്. എ ബി ഏരിയ ഓഫ് സർക്കിൾ. നമ്മൾ ലെങ്ത് എല്ലാം കണക്ക് കൂട്ടുന്നത് ഫീറ്റിലാണ്. therefore in feet square. ആർ ബി the റേഡിയസ് ആണ്. അഗൈൻ ലെങ്ത് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ ഫീറ്റിലാണ്, അതുകൊണ്ട് ഇൻ ഫീറ്റ്. നിങ്ങൾക്ക് ഏരിയയുടെ ഫോർമുല അറിയാം. സർക്കിളിന്റെ ഏരിയയുടെ ഫോർമുല അറിയാം. ഒന്ന് പറയാമോ? സർക്കിളിന്റെ ഏരിയയുടെ ഫോർമുല A = പൈ ആർ സ്ക്വയർ. ഡൺ. അപ്പൊ ഏരിയയുടെ ഫോർമുല കിട്ടി. ഡൺ. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം തന്നിട്ടുണ്ട്, DA/DT അല്ല, dR/dt നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്.
അതായത് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് റേറ്റിലാണ്. റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് റേറ്റിലാണ്. ആ റേറ്റ് എന്ന് പറയുന്നത് 3 ഫീറ്റ് പെർ സെക്കൻഡ് ആണെന്ന് കൃത്യമായി നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. dr/dt തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു വേരിയബിളേ ഉള്ളൂ, dA/dt കണ്ടുപിടിക്കണം. ആർ എന്ന് പറയുന്ന ഒരാളെ ഉള്ളൂ. അതുകൊണ്ട് ഡെറിവേറ്റീവ് എടുത്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരാൾ അതിൻ്റെ അകത്ത് കയറി വരുമെന്നുള്ള ഭയമൊന്നും വേണ്ട. ഭയം വേണ്ട. അപ്പൊ നമ്മൾ നേരെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം t എടുക്കുന്നു. Therefore, this will be dA/dt equal to pi into r square into the 2 into r into dr/dt. Therefore, this is equal to pi into 2 into r into dr/dt 3 ആണ്. Therefore, this will be 6 pi r. 6 pi r. dA/dt is equal to 6 pi r. dA/dt എന്ന് പറയുന്നത് 6 into pi into r ആണ്. കഴിഞ്ഞു. കണ്ടുപിടിച്ചു കഴിഞ്ഞു. പ്രോബ്ലം സോൾവ് ആണ്. ഇനി എന്താണ് പ്രത്യേകിച്ച് അവർ പറയുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ അവർ എക്സ്ട്രാ ചോദിച്ചിട്ടുള്ളത് എന്താണ്? 10 സെക്കൻഡ്. ഹൗ rapidly is the area enclosed by the ripple increasing at the end of 10 seconds? ടൈം 10 സെക്കൻഡ് ആകുമ്പോൾ end of 10 സെക്കൻഡ് ആകുമ്പോൾ നമ്മുടെ ഏരിയയുടെ ഹൗ റാപ്പിഡ്ലി ഇസ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ റിപ്പിൾ ഇസ് ഇൻക്രീസിങ് അറ്റ് ദ എൻഡ് ഓഫ് 10 സെക്കൻഡ്. 10 സെക്കൻഡ് കഴിയുമ്പോൾ ടൈം ആണ് കേട്ടോ തന്നിട്ടുള്ളത്. ടൈം 10 സെക്കൻഡ് ആകുമ്പോൾ ഏരിയയുടെ ഇൻക്രീസ് എങ്ങനെയാണ്? ടൈം 10 സെക്കൻഡ് ആകുമ്പോൾ ഏരിയയുടെ ഇൻക്രീസ് എങ്ങനെയെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം ഏരിയയുടെ ഇൻക്രീസ്, അതായത് ഏരിയയുടെ ഇൻക്രീസ് കണ്ടുപിടിക്കേണ്ട ഫോർമുലയിൽ dA/dt എന്ന് പറയുന്ന ഫോർമുലയിൽ ടൈം ഇല്ല, ടി ഇല്ല. ഏരിയയുടെ ഇൻക്രീസ് കണ്ടുപിടിക്കേണ്ട ഫോർമുലയിൽ ടൈം ഇല്ല, ടി ഇല്ല. ഇവിടുത്തെ ഒരു അപകടമാണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾ ഇവിടെ കാണുന്നത്. അതിന്റെ ഫോർമുലയിൽ എന്തില്ല? നമുക്ക് ടി കണ്ടുപിടിക്കാൻ പറ്റില്ല. ടി എന്ന് പറയുന്ന ഒരാള് ഇതിൻ്റെ അകത്തില്ല. അപ്പൊ എന്ത് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫോർമുലയിൽ ഇല്ലാത്ത കാര്യം നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. അതായത് ടി എന്ന് പറയുന്ന 10 സെക്കൻഡ് തന്നെന്നും പറഞ്ഞിട്ട് നമ്മുടെ dA/dtയുടെ ഫോർമുലയിൽ 10 ഇല്ല. dA/dtയുടെ ഫോർമുലയിൽ 10 ഇല്ല. അതാണ് അപകടം. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? അപ്പോ എന്ത് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. 10 സെക്കൻഡ്. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് അല്ല. സെക്കൻഡ്. ഓക്കെ, ശരി. ഓക്കെ, ശരി. അപ്പോ ഇവിടെ ടി ഈക്വൽ ടു 10 സെക്കൻഡ് ആവുമ്പോൾ ഉള്ള കാര്യമാണ് നോക്കുന്നത്. അത് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കാനുള്ള കാര്യം, നിങ്ങളുടെ dR/dt 3 ഫീറ്റ് പെർ സെക്കൻഡ് ആണ്. അതായത് ഒരു സെക്കൻഡിൽ അത് 3 ഫീറ്റ് വെച്ച് കൂടും. dR/dt എന്ന് പറയുന്നത് 3 ഫീറ്റ് പെർ സെക്കൻഡ് ആണ്. 3 ഫീറ്റ് പെർ സെക്കൻഡ് ആണ്. അതായത് ഒരു സെക്കൻഡിൽ അത് 3 ഫീറ്റ് വെച്ച് കൂടും. അതായത് 10 സെക്കൻഡ് കഴിയുമ്പോൾ അപ്പൊ റേഡിയസ് എത്രയായിരിക്കും? ഒരു സെക്കൻഡിൽ അത് 3 ഫീറ്റ് വെച്ച് കൂടും. അങ്ങനെയാണെങ്കിൽ 10 സെക്കൻഡ് കഴിയുമ്പോൾ റേഡിയസ് എത്രയായിരിക്കും? 30 ഫീറ്റ്. 30 കഴിയും. 30 ഫീറ്റ് പെർ സെക്കൻഡ് അല്ല, 30 ഫീറ്റ്.
30 ഫീറ്റ്. നോക്കുക, ഞാൻ വീണ്ടും പറയുന്നു, 1 സെക്കൻഡിൽ അത് 3 ഫീറ്റ് വെച്ച് കൂടി. 1 സെക്കൻഡിൽ 3 ഫീറ്റ് കൂടി റേഡിയസ് 3. രണ്ടാം സെക്കൻഡിൽ വീണ്ടും 3 കൂടി, 3 + 3 6. അടുത്ത മൂന്നാമത്തെ സെക്കൻഡിൽ വീണ്ടും 3 ഫീറ്റ് കൂട്ടി, 3 + 3 + 3 9. അങ്ങനെ 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 10ാമത്തെ സെക്കൻഡില് 3 + 3 + 3 10 തവണ 10 × 3 30 ഫീറ്റ്. 30 ഫീറ്റ് ആണ് 10 സെക്കൻഡ് ആയപ്പോ റേഡിയസ്. മനസ്സിലായോ? മനസ്സിലായോ? ആ, ഡൺ. അപ്പോ റേഡിയസ് t = 10 സെക്കൻഡ് ആകുമ്പോൾ റേഡിയസ് 30 ഫീറ്റ് ആണ്. റേഡിയസ് 30 ഫീറ്റ് ആണ്. ഓക്കെ, കിട്ടി. അപ്പൊ dA/dt is equal to 6 × pi × r 30. That is equal to 180 pi. 180 pi feet square per second. 180 pi feet square per second. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ അറ്റ് ടൈം t = 10 സെക്കൻഡ് 180 pi feet square per second. നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ അവിടെ മനസ്സിലാക്കുക. ഡൺ. ഓക്കെ, അപ്പൊ ഇന്ന് തന്നെ ചെയ്യാനായിട്ട് ഞാനൊരു പ്രോബ്ലം തരാം. ക്വസ്റ്റ്യൻസ് എല്ലാം ഇന്ന് തന്നെ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം എത്രയും പെട്ടെന്ന് തീർക്കാൻ നോക്കുക. വെക്കേഷൻ ഉപയോഗിച്ചത് നല്ലപോലെ തീർക്കാൻ നോക്കുക. 13ാമത്തെ ക്വസ്റ്റ്യനും 13, 14, 15, 16. 13, 14, 15, 16 അത് ഇന്ന് തന്നെ ചെയ്യാൻ നോക്കുക. മാക്സിമം എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് തുടങ്ങിക്കൊള്ളുക. ഇന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. 13, 14, 15, 16. 16 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 17 ചെയ്യാൻ പറ്റും. എല്ലാം ഒരേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് 18. 16, 17, 18 എല്ലാം ഒരേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ 19 ഈ സോഫ്റ്റ് ബോൾ ഡയമണ്ടിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് 19ാമത്തെ ക്വസ്റ്റ്യൻ. അതേപോലെ 20 റോക്കറ്റിന്റെ ക്വസ്റ്റ്യൻ. ഫോർ ദ ക്യാമറ അതൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലത്തെയാണ് ഇതൊക്കെ. ക്യാമറ 22 ഒക്കെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതെല്ലാം ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. 10ാമത്തെ തൊട്ട് 22ാമത്തത് വരെ എല്ലാം നമ്മൾ ഇപ്രാവശ്യം ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഈ 11ാമത്തെ ക്വസ്റ്റ്യൻ വെറൈറ്റി ആണ്. ചെയ്ത് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡൺ. അല്ലെങ്കിൽ ചെയ്തിട്ട് അത് ശരിയാണോ എന്ന് വേണമെങ്കിൽ ചോദിക്കുക. ഓക്കെ.